നമസ്കാരം. 2024 മകരം രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മകരം രാശിക്കാർക്ക്, മകരം ലഗ്നക്കാർക്ക് ഈ ഒരു സമയം, ഈ ഒരു വർഷം എന്നത് കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണെന്ന് പറയാം. എന്നിരുന്നാലും വിവാഹ ബന്ധങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിവാഹാലോചനകൾ വരുമ്പോഴും നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു സംതൃപ്തി വിവാഹ ജീവിതത്തിലും അതുപോലെ വിവാഹത്തിനായി വരുന്ന ആലോചനകളിലും ഒക്കെ ഒരു സംതൃപ്തി ഇല്ലാതെ വരുന്നതായിട്ട് കാണാവുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായിട്ടും സന്താനങ്ങൾ വിദേശത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിലും ഒക്കെ സമയങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒരു മനസ്സമാധാനം ജീവിതത്തിലേക്ക് മെയ് മാസം തൊട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും പിതാവുമായിട്ടും മേലധികാരിയുമായിട്ടും അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമായാലും എല്ലാം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ച് മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ ഗാർഹിക അന്തരീക്ഷം എന്നതും ബന്ധുക്കളുമായിട്ടും പിതാവുമായിട്ടും മേലധികാരിയുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലും നിങ്ങൾക്ക് സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സഹോദരങ്ങളെ സേവിക്കാനായിട്ട്, അതായത് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരെ നിസ്വാർത്ഥമായി സഹായിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിലേക്ക് വരികയാണ്. പലർക്കും നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ ജോലി സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജോലി മാറ്റമായാലും പുതിയ ജോലി അന്വേഷിക്കുന്നതായാലും അത്തരം കാര്യങ്ങളൊക്കെ മെയ് മാസത്തിന് ശേഷം തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ ജോലി സംബന്ധമായിട്ട് യാത്രകൾ വേണ്ടി വരുന്ന ഒരു വർഷമാണ്. യാത്രകൾ കൂടുതൽ ആവശ്യമായിട്ട് വരും. പല സാഹചര്യങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും യാത്രകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വാക്കുകളെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട്. അത് പഠനം, ജോലി എന്നീ കാര്യങ്ങളായാലും അതുപോലെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും വൈകാരികമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത പോലുള്ള ഒരു സിറ്റുവേഷനും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദശാന്തർദശ കാലങ്ങളാണ് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾ 31 ജൂലൈ തൊട്ട് 18 സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. മേലധികാരിയുമായിട്ടായാലും മറ്റ് നിയമക്കുരുക്കുകളിലാണെങ്കിലും തെറ്റിദ്ധാരണയായാലും ജോലിസ്ഥലത്തും വ്യക്തിബന്ധങ്ങളിലുമുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും ദശാകാലങ്ങൾ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ടാകില്ല. എന്നാലും ഗോചരത്തിൽ ചില സമയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയാണ്. എന്നിരുന്നാലും മകരം ലഗ്നക്കാർ, മകരം രാശിക്കാർ അവരുടെ ദശ, അന്തർദശ, പ്രത്യന്തർദശകൾക്കനുസരിച്ചിട്ട് കെയർഫുള്ളായിട്ടിരിക്കേണ്ടതാണ്. നിയമവുമായി ബന്ധപ്പെട്ടിട്ട് നിയമം കൈകാര്യം ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. ഇവിടെ മകരം ലഗ്നം, മകരം രാശിക്കാർ ഒന്ന് മനസ്സിലാക്കേണ്ടത് അധ്വാനം 10 മടങ്ങായി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ ഒരു വർഷത്തിൽ അധ്വാനത്തിൻ്റെതായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. മുൻ വർഷത്തേക്കാൾ നിങ്ങളുടെ ദശാന്തർദശകൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഗോചരത്തിൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, മനസ്സമാധാനം തരാനായിട്ട് മെയ് മാസം തൊട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു മനസ്സമാധാനത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച തീർത്ഥയാത്രയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും മേലധികാരിയോടോ അല്ലെങ്കിൽ കൊലീഗ്സിനോടോ കുറേ കാലമായിട്ട് പറയണം എന്ന് വിചാരിച്ച് പറഞ്ഞ് പരിഹരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഒരു ജോലി സ്ഥലത്തേക്ക് മാറാനാണെങ്കിലും അതല്ലാതെ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിലും മാറ്റം വരുത്താൻ കഴിയുന്ന സമയങ്ങളാണ് മെയ് മാസം തൊട്ട് വരാൻ പോകുന്നത്. കുറേയൊക്കെ അനുകൂലമാണ്. തീർച്ചയായിട്ടും ദശകൾക്കാണ് പ്രാധാന്യം. ദശാന്തർദശകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സമയങ്ങൾ തന്നെയായിരിക്കും. ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന തീർത്ഥയാത്ര, അതായത് ദീർഘദൂര തീർത്ഥയാത്രയൊക്കെ സഫലീകരിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും പലർക്കും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹു ആയാലും നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ശനിയാണെങ്കിലും നിങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിലൂടെ വിവിധ തരത്തിൽ നിങ്ങളെ ധനപ്രാപ്തി നേടാനായിട്ടുള്ള അവസരങ്ങൾ കൊണ്ടുതരുന്നതാണ്. അതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ദശാന്തർദശ കാലങ്ങൾ അത്തരം അവസരങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ആ ലാഭം വന്നു ചേരുന്നത്. അപ്പോൾ ആകസ്മികമായിട്ട് പിതൃസ്വത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ലാഭമായാലും അതല്ലാതെ
ദീർഘകാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ധനലാഭമാണെങ്കിലും വരുമാനത്തിലെ വർധനവാണെങ്കിലും വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളിലൂടെ, ഭൂമിയിലൂടെ, സഹോദരന്മാരിലൂടെ, പിതൃസ്വത്തിലൂടെ ഒക്കെയുള്ള ലാഭമാണെങ്കിലും അതിനൊരുപാട് സാധ്യതയുള്ള ഒരു വർഷമാണിത്. തുടക്കം തൊട്ട് തന്നെ. എന്നിരുന്നാലും മെയ് മാസം തൊട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ അത് മൾട്ടിപ്പിൾ സോഴ്സസിലൂടെ ഇൻകം വന്നു ചേരാനുള്ള ഒരു സാഹചര്യത്തെ കൂടി കാണിക്കുന്നു. അതായത് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ പാരലലി മറ്റ് ജോലികളും മറ്റ് കാര്യങ്ങളും ചെയ്തിട്ട് ധനാർജനം നടത്താനുള്ള ഒരു സമയം. അത് അധ്യാപകർക്കാണെങ്കിലും ബാങ്കിങ് സെക്ടറുകളിൽ, അക്കൗണ്ട് സെക്ഷനുകളിൽ, എഞ്ചിനീയറിംഗ് സെക്ഷനുകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും, റിയൽ എസ്റ്റേറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും, അതല്ലാതെ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളിലൂടെ ആണെങ്കിൽ പോലും ധനലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിന് ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കാൻ പോകുന്നത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഒരുപക്ഷെ ഒരു ആചാര്യൻ്റെ സഹായത്തോടു കൂടി, ഒരു ഗുരുനാഥൻ്റെ, ഒരു പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയുടെ, അവരുടെ സഹായത്തോടു കൂടി ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞ് പരിഹരിക്കാൻ, അത് ഒരുപക്ഷെ നിങ്ങൾ സ്വമേധയാ അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടായാലും ഇത് നമുക്ക് ഈ ശത്രുതയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് കുടുംബത്തിലെ സമാധാനത്തിനായിട്ട് ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നതുമായിരിക്കും. അത് തീർച്ചയായിട്ടും ദശാന്തർദശകളാണ് പറയുന്നത്, ഗ്രഹങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ അവരാണ് ഇത്തരം കാര്യങ്ങളിലെ ഫൈനൽ ഡിസിഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതല്ലാതെ ദീർഘകാലമായിട്ട് നിങ്ങൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയവും വന്നു ചേരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ധനലാഭമാണെങ്കിലും, അത് പാർട്ട്ണർ നിങ്ങൾക്ക് തരാനുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും വന്നു ചേരാനുള്ള സമയമുണ്ട്. അതായത് ഡിവോഴ്സിന് ശേഷം ലഭിക്കുന്ന പണമാണെങ്കിലും, ഇൻഷുറൻസ് തുകകളാണെങ്കിലും, അതായത് മുടങ്ങിക്കിടക്കുന്ന ധനമാണെങ്കിലും, നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത് അർഹതപ്പെട്ടതാണെങ്കിലും വന്നു ചേരാനുള്ള ഒരു സമയമാണിത്. ദീർഘകാലമായിട്ട് വിറ്റുപോകാത്ത ഭൂമിയൊക്കെ വിറ്റ് പോകാനും അതിൽ നിന്ന് ലാഭം നേടാനും ഒക്കെയുള്ള സമയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ്, ശനിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും. പറ്റിക്കപ്പെടാതിരിക്കാൻ, മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ, മധ്യസ്ഥരുടെ ഇടപെടൽ, ഇതിനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് മഹാദശാന്തർദശ പ്രത്യന്തർദശകളിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത്. പക്ഷെ ഗോചരത്തിൽ ഇത്തരം വാഗ്ദാനങ്ങൾ ഗ്രഹങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് പറഞ്ഞു വരുന്നത്. നേരത്തെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണൽ പ്രശ്നങ്ങളായാലും, തലവേദനയായാലും, പല്ല് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായാലും, കണ്ണുകളുടെ കാര്യമായാലും, ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വർഷം കൂടിയാണ്. ഈ വർഷം ആരോപണങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനത്തെ ചൊല്ലി ചില ആരോപണങ്ങൾ, അതായത് അഴിമതി ആരോപണം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ ദശാന്തർദശകൾക്കനുസരിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ അധ്യാപകർക്കാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ഒക്കെ നല്ല സമയം വരുന്നുണ്ട്. ഈ ഒരു വർഷത്തിൽ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിലാണ് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അതുപോലെ പ്രാസംഗികന്മാർക്കും ഒക്കെ, അധ്യാപകർക്കാണെങ്കിലും എല്ലാം നല്ല സമയമാണ്. കൂടുതലായിട്ടും കലാകാരന്മാർക്ക് വർഷ ആരംഭത്തിലാണ്, മെയ് മാസം വരെയുള്ള സമയങ്ങളാണ് കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ ആഡംബരത്തിനായിട്ട് പണം ചിലവഴിക്കുന്നതായിരിക്കും. അതുപോലെ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആശുപത്രി ചിലവുകളും ഒക്കെ വന്നു ചേരുന്നതാണ്. ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്നത് വരവിനനുസരിച്ച് തന്നെ ചിലവും വന്നു ചേരുന്ന ഒരു വർഷമാണിത്. അപ്പോൾ സഹോദരന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു വർഷമാണിത്. പല കാര്യങ്ങളിലും നിങ്ങൾ സഹോദരന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉപദേശങ്ങളെ അവർ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഈ സഹോദരിമാരെ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ട് അവരെ ഉപദേശിക്കുമ്പോൾ അവരത് തള്ളിക്കളയാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് പറയുകയാണെങ്കിൽ പോലും നമ്മൾ കുടുംബാംഗങ്ങളോട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിനെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അത് അവരുടെ മാത്രം
കർമ്മമാണ്, അത് അവരുടെ ചോയ്സാണ്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമേ നമ്മളിവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ പല പ്രശ്നങ്ങളും ഈ സഹോദരങ്ങളുമായിട്ടും കസിൻസുമായിട്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിനെ കുറേയൊക്കെ ഇത്തരം കാര്യങ്ങളെ അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാതെ വിട്ടുകളയാനും പഠിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും മകരം ലഗ്നം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സാധ്യതകൾ ഉള്ള വർഷമാണ്. വിദേശത്ത് ജോലിക്കാണെങ്കിലും യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും സെയിൽസ് മാർക്കറ്റിംഗ് വിഭാഗങ്ങളിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വിദേശവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു വർഷമാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യാനും എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ കർമ്മഫലത്തെ നമ്മൾ കാക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് മകരം എന്ന് പറയുമ്പോൾ തന്നെ അത് കർമ്മത്തിൻ്റെ രാശിയാണ്, ശനിയാണ് രാശിയാധിപൻ. അതുകൊണ്ട് ഈ ഒരു വർഷത്തിൽ ലാഭം ഉണ്ട്, പ്രയത്നത്തിൻ്റെ ഫലമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേയൊക്കെ മനസ്സമാധാനവും മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ചിട്ട് മെയ് മാസം തൊട്ട് മനസ്സമാധാനവും കൊണ്ടുതരുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങളുടെ ഒരു റോൾ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടും വരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഉപദേശമായാലും നിങ്ങളുടെ ഒരു പ്രസൻസ് ആണെങ്കിലും ഇന്ന ആൾ ഉണ്ട് എന്നുള്ളൊരു ബോധം മറ്റുള്ളവർക്ക് നിങ്ങളെപ്പറ്റി ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മുടെ ജാതകത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ പറയും അതിനുള്ള അംഗീകാരം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കർമ്മം ചെയ്യുക, നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ, സത്കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, നമുക്കൊരു വില തരിക, ഇത്തരം കാര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മകരം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഭഗവാന്റെ കൂർമ്മ അവതാരത്തെയാണ് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ശനി കൂർമ്മ അവതാരത്തെ കൂടി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു കൂർമ്മ അവതാരത്തിനെ പോലെ, അതായത് മന്ദാര പർവ്വതത്തെ താങ്ങി നിർത്തി സമുദ്രമന്ഥനം പോസിബിളാക്കിയ ആ കൂർമ്മ അവതാരത്തെ പോലെ ഇരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കേണ്ടതാണ്. അതായത് ആ ഒരു സമുദ്രമന്ഥനം നടത്തിയതിൻ്റെ ഒരു ക്രെഡിറ്റ് ഒന്നും കൂർമ്മ അവതാരത്തെ ആരും അങ്ങനെ പ്രകീർത്തിച്ചിട്ട് പാടിയിട്ടോ ഒന്നുമില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള പല കഥകളും അറിയാം നമുക്കെങ്കിലും. പല കഥകളും സമുദ്രമന്ഥനം വന്നതും അമൃത് ലഭിച്ചതും പല കാര്യങ്ങളെപ്പറ്റിയും എല്ലാവരും കഥകൾ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം കൂർമ്മ അവതാരത്തെ പ്രകീർത്തിക്കുന്നു എന്നത് സംശയമാണ്, കുറവാണ്. കൂടുതലായിട്ട് അങ്ങനെ ആരാധനകൾ ചെയ്യുന്നതായിട്ട് കാണാറില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ആ കൂർമ്മ അവതാരത്തെ പ്രാർത്ഥിക്കേണ്ടുന്ന, നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഭഗവാന്റെ കൂർമ്മ അവതാരത്തിൻ്റെ ഒരു ഫോട്ടോയോ മറ്റോ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഒരു സ്മരണ ഉണ്ടാകേണ്ടുന്ന ഒരു വർഷം ആണെന്ന് എടുത്തു പറയാം. അപ്പോൾ ഇതാണ് 2024 മകരം രാശി മകരം ലഗ്നക്കാരോട് പറഞ്ഞു തരാനുള്ളത്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.